CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ് ഉചിതമെന്ന് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണെന്നും മരക്കാർ പറഞ്ഞു. 2016 പത്താൻകോട്ട് ഭീകരാക്രമണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാറിന്റെ സ്മരണാർത്ഥം എലുമ്പുലാശ്ശേരിയിൽ നിർമ്മിച്ച പ്രതിമ അനാച്ഛാദനം ചെയ്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പ്രതിമ പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് നാടിന് സമർപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഡോക്ടർമാരുടെ നിയമനത്തിൽ മലപ്പുറത്തോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി DM ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ് ഉചിതമെന്ന് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണെന്നും മരക്കാർ പറഞ്ഞു. ഞങ്ങൾ കോങ്ങാട് കഴിഞ്ഞ കുറി മത്സരിച്ച് അവിടെ 27,000 വോട്ടിന് നമ്മളന്ന് പരാജയപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് പാർലമെൻറ്റ് ഇലക്ഷൻ വന്നു. ആ പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ടിംഗ് പാറ്റേണിൽ വളരെ വ്യത്യാസങ്ങൾ വന്നു. അതൊരു 6,000-ലേക്ക് ഇങ്ങോട്ട് ചുരുങ്ങി വന്നു. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു സമഗ്രമായ പഠനം നടത്തി. അപ്പോൾ പഠനം നടത്തിയപ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലം ഞങ്ങൾ മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസ് മത്സരിക്കലാണ്. ഞങ്ങൾക്ക് 4 പഞ്ചായത്തുകളിൽ ഞങ്ങൾ നിർണായകമാണ്. കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ, കാരാകുറിശി, കരിമ്പ. ഈ 4 പഞ്ചായത്തുകളിൽ മേജർ പാർട്ടി ലീഗ് തന്നെയാണ്. പക്ഷെ ഇങ്ങോട്ടുള്ള 4 പഞ്ചായത്തുകളിൽ ഞങ്ങൾ നാമമാത്രമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ പഞ്ചായത്തുകളിലേക്ക് വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ അവിടെ കോൺഗ്രസ് മത്സരിക്കലാണ് നല്ലത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ലീഗിന് എന്നതിനേക്കാൾ ഉപരി ലീഗ് കാണുന്നത് UDFൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവാണ്. അപ്പോൾ ആ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കലാണ് നല്ലത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ അഭിപ്രായം ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള ചർച്ച നടക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ ഊഹിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഞങ്ങൾക്ക് മത്സരിക്കാൻ വിജയപ്രതീക്ഷയുള്ള മണ്ണാർക്കാട് ഒഴികെയുള്ള ഒരു സീറ്റ് കൂടെ ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ വിജയപ്രതീക്ഷയുള്ള ഒരു സീറ്റും ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു പഞ്ചായത്ത് ഒരു മണ്ഡലം പട്ടാമ്പി മണ്ഡലമാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ്. 3ാം സ്ഥാനത്താണ് CPM നിൽക്കുന്നത്. 68ഓളം ജനപ്രതിനിധികൾ ഞങ്ങൾക്ക് അവിടെയുണ്ട്. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി പട്ടാമ്പിയിൽ ലീഗ് മത്സരിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കോങ്ങാട് കോൺഗ്രസ് മത്സരിക്കലാണ് നല്ലത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അല്ല, അത് അവിടെ സീറ്റ് കിട്ടിയാൽ അവിടെ ആരാണ് നിൽക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന പ്രസിഡന്റാണ്. സംസ്ഥാന പ്രസിഡന്റാണ് അന്തിമവാക്ക്. അത് തങ്ങളാണ് പറയേണ്ടത്. എൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ നിൽക്കും, എൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കും. എങ്ങനെ? അല്ല, കോങ്ങാട് ഒരു കാരണവശാലും ലീഗ് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ സംസ്ഥാന കമ്മിറ്റി അന്ന് തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള റിവ്യൂ മീറ്റിങ്ങിൽ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ സീറ്റ് വിഭജന ചർച്ച തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി നമുക്ക് നമ്മുടെ നേതാക്കളോട് പറയാനല്ലേ പറ്റുള്ളൂ. അവരെ കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തി. അല്ല, ഇപ്പോൾ വന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയ മുന്നേറ്റമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. 4 പഞ്ചായത്ത് നമ്മൾ ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി.
പിടിച്ചു അല്ല അല്ല കാരാകുറിശി നമ്മൾ പിടിച്ചു, കരിമ്പ നമ്മൾ പിടിച്ചു. ആ അല്ല അത് തെറ്റല്ല, തെറ്റ് പറഞ്ഞ കാര്യം. ഒരു പഞ്ചായത്തല്ലല്ലോ, ഒരു മണ്ഡലം. ഇങ്ങനെ പ്രശ്നം. നിലവിലെ നമുക്ക് മണ്ണാർക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ എങ്ങനെയാണ്? അത് സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് പാർട്ടി കടന്നിട്ടില്ല. നാളെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. ആ സ്റ്റേറ്റ് കമ്മിറ്റി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെയുള്ള ഒരു ചർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ. മണ്ണാർക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശംസുദ്ദീൻ എംഎൽഎയുടെ പേര് ഉയർന്നു നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ആ പ്രദേശത്തെ ഒരു നേതാവോട് മത്സരിക്കണമെന്ന് പൊതുവെ അങ്ങനെ പാർട്ടിയിൽ അങ്ങനെ അവിടുന്ന് ആൾ മത്സരിക്കണം എന്നുള്ളതൊന്നും പാർട്ടിയിൽ പൊന്തി വന്നിട്ടില്ല. അപ്പോൾ MLA എന്നുള്ള നിലയിൽ അദ്ദേഹം നല്ല വിജയമാണ്. പിന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുക അതൊക്കെ തീരുമാനിക്കേണ്ടതൊക്കെ പാർട്ടിയാണ്. MLA എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം നല്ല വിജയമാണ്. അത് നമുക്ക് ജില്ലാ കമ്മിറ്റിക്ക് അത് പറയാനുള്ള അധികാരമില്ല. അവിടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കേണ്ടത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. അതിലൊന്നും നമ്മൾ കൈകടത്തും. ഓ കേട്ടില്ല. ഇല്ല, അവിടെ MLA എന്നുള്ള നിലയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ദൃഷ്ടിയിലും നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തലിലൊക്കെ അയാൾ നല്ല വിജയമാണ്. ശംസുദ്ദീൻ. ബാക്കിയുള്ളതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കും. അത് തന്നെ ഈ 3 തവണ എന്നുള്ളതിൽ ആർക്കൊക്കെ ഇളവ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. അതിപ്പോ 3 തവണ കഴിഞ്ഞവർക്ക് ഇളവ് ഉണ്ടോ അല്ലേ, അത് ആർക്കൊക്കെ കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണ്. തങ്ങൾ പ്രഖ്യാപിച്ചാൽ 4 ആവോ 5 ആവോ 6 ഒക്കെ ആവാം. അതുപോലെ തന്നെ കുമരമ്പത്തൂർ പഞ്ചായത്തിൽ വലിയൊരു തിരിച്ചടി നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കമ്മിറ്റിയിൽ വലിയ രൂപത്തിലുള്ള പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ല, അവിടുത്തെ പരാജയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പഠനത്തിന് ശേഷം നമ്മളത് പ്രതികരിക്കും. ഒരു ജില്ലാ നേതാവിനെതിരെ വലിയ രൂപത്തിലുള്ള ഒരു വാർഡ് കമ്മിറ്റി അതന്നെ, അതിപ്പോ നമ്മൾ ആർക്കാണ് പരാജയത്തിന്റെ പിന്നിലുള്ള അതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പഠിച്ചതിന് ശേഷം പറയും. പഠിച്ചതിന് ശേഷം ആ കാര്യത്തെ കുറിച്ച് ആലോചിക്കും. CCN ചെർപ്പുളശ്ശേരി. 2016 പത്താൻകോട്ട് ഭീകരാക്രമണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാറിന്റെ സ്മരണാർത്ഥം എലുമ്പുലാശ്ശേരിയിൽ നിർമ്മിച്ച പ്രതിമ അനാച്ഛാദനം ചെയ്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പ്രതിമ പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് നാടിന് സമർപ്പിച്ചത്. അനാച്ഛാദനത്തിന് മുന്നോടിയായി വായനശാല പരിസരത്ത് നിന്ന് NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സൈനികർ, വിമുക്ത ഭടന്മാർ, വിദ്യാർത്ഥികൾ എന്നിവർ എളുമ്പുലാശ്ശേരി കരുണ AUP സ്കൂളിലെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സ്മൃതി മണ്ഡപത്തിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് VK ശ്രീകണ്ഠൻ MP, പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ജില്ലാ സെക്രട്ടറി VS കൃഷ്ണകുമാർ, ബ്ലോക്ക് പ്രസിഡന്റ് K സുരേന്ദ്രൻ, മഹാത്മാ ട്രസ്റ്റ് പ്രസിഡന്റ് P ഹരിഗോവിന്ദൻ, സൈനിക കൂട്ടായ്മ പ്രതിനിധികളായ അനിൽകുമാർ, മധു എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. അതിനുശേഷം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി ഷീബ പാട്ടത്തൊടി. എക്സ് സർവീസസ് ലീഗിന് വേണ്ടി ജില്ലാ സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ,
എല്ലാവരും കേട്ടു. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ ഓർമ്മകൾ നിലനിർത്താൻ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ വി.കെ. ശ്രീകണ്ഠൻ MP അഭിനന്ദിച്ചു. എല്ലാവരുടെയും സഹകരണം, നാടിന്റെ സ്നേഹം, ആദരവ് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി എല്ലാവരും പ്രവർത്തിച്ചിട്ട് ഇന്ന് ഒരു പ്രത്യേകത ഉള്ളത്, കഴിഞ്ഞ വർഷം ആലോചിച്ച് പഞ്ചായത്ത് പ്രോജക്റ്റൊക്കെ വെച്ച് പ്രഖ്യാപിച്ചതാണ് ഇവിടെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ. അനീഫ കഴിഞ്ഞ ചടങ്ങിലൂടെ പ്രഖ്യാപിച്ചിരുന്നു, അടുത്ത അനുസ്മരണത്തിന് മുമ്പായി ആ പ്രതിമയുടെ പ്രവർത്തനം പൂർത്തീകരിക്കും. അതും പൂർണ്ണമായിട്ടും ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. അതിൻ്റെ അനാച്ഛാദനമാണ് നമ്മൾ നിർവഹിച്ചത്. ഇപ്പോൾ വീരസ്മരണകൾ അയവിറക്കുന്ന ഒരു പ്രദേശമായി നമ്മുടെ എളമ്പുലാശ്ശേരി മാറി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെക്കാളും വിദ്യാർത്ഥികളും വ്യക്തികളും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ആദ്യത്തെ വർഷം ഞാൻ കരുതിയത് ആദ്യത്തെ വർഷം കുറച്ച് പേര്, അന്ന് അധികം പേരുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി രണ്ടാമതും മൂന്നാമതൊക്കെ ആകുമ്പോൾ കുറയും. പക്ഷെ ഓരോ വർഷവും അനുസ്മരണത്തിന്, ഈ സമ്മേളനത്തിന് കൂടുതൽ വ്യക്തികൾ എത്തുന്ന കാഴ്ചയാണ്. ഇപ്പോൾ സൈന്യത്തിൽ പ്രവർത്തിച്ച ഏറ്റവും കൂടുതൽ പേര് വന്നത് ഈ ചടങ്ങിനാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവരെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ഒരു വ്യക്തിയുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാലയങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ വി. ശ്രീനിവാസൻ, സി. ഉദയകൃഷ്ണൻ, പി. രാമകൃഷ്ണൻ തുടങ്ങിയവർ വിതരണം ചെയ്തു. ഇതിനോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ സർക്കാർ ബ്ലഡ് ബാങ്കിന്റെ രക്തദാന ക്യാമ്പും അഹല്യ കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും നടന്നു. CCN കടമ്പഴിപ്പുറം. മാരായമംഗലം കുളപ്പട അയ്യപ്പ ക്ഷേത്രത്തിലെ പാട്ടുഘോഷം താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾക്ക് തുടക്കമായി. ഉത്സവത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 8:30 മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ സുധാകുമാരി നിർവഹിച്ചു. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് ശിവശങ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ, ദേവസ്വം ക്ലർക്ക് ജയപ്രകാശ്, ക്ഷേത്രം ക്ലർക്ക് രതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ പഞ്ചാരിമേളം, തായംപക, ഗാനമേള, കളരിപ്പയറ്റ്, നൃത്തനൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, ഭക്തിഗാനമേള, കൈകൊട്ടിക്കളി, വീരനാട്യം, തിരുവാതിരക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ജനുവരി 9, 10 തീയതികളിലാണ് പ്രധാന ചടങ്ങുകളായ പാട്ടുഘോഷവും താലപ്പൊലി മഹോത്സവവും നടക്കുന്നത്. ജനുവരി 11 രാവിലെ ചവിട്ടുകളിയും തുടർന്ന് കഞ്ഞിസദ്യയും നടക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. CCN ചെർപ്പുള. സംസ്ഥാന സർക്കാരിന്റെ ഡോക്ടർമാരുടെ നിയമനത്തിൽ മലപ്പുറത്തോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി DMO ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KB സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്തിന്റെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാവണമെങ്കിൽ ജില്ലാ വിഭജനം അനിവാര്യമാണെന്ന് സഫീർ ഷാ പറഞ്ഞു. തെരുവിൽ ഇനി മുതൽ പ്രതിഷേധത്തിന്റെ തീജ്വാല പടർത്തിയിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ പാഠം പഠിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഒന്നാമത്തെ മാതൃക എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ തയ്യാറില്ലെങ്കിൽ
ജനാധിപത്യ സംവിധാനത്തിനകത്ത് മറ്റു വഴികളുമുണ്ട് എന്ന് നിങ്ങൾ അറിയണം. സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മളത് നടത്തിയതാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സമരരംഗത്തും ജനാധിപത്യാവകാശങ്ങളെയും ഒക്കെ ആ അർത്ഥത്തിൽ പരിഗണിക്കാതിരുന്നപ്പോൾ തെരുവിൽ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ട് പ്രതിഭരണകൂടത്തിന്റെ ജനാധിപത്യ ബോധത്തെ അതിന്റെ തലക്ക് തന്നെ തട്ടുകൊടുത്തുകൊണ്ട് പുതിയ സമരങ്ങളും പ്രതിഷേധങ്ങളും രൂപം കൊടുത്തിയതിന്റെ പാരമ്പര്യം ഈ മലപ്പുറം ജില്ലക്കുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണകൂടത്തിന് മുമ്പിൽ എല്ലാവരും അറ്റൻഷൻ നിന്നുകൊണ്ട് നിർത്തേണ്ട മുദ്രാവാക്യങ്ങളെ കുറിച്ചും സമരരീതിയെ കുറിച്ചും സ്റ്റഡി ക്ലാസ് നടക്കുന്ന കാലത്ത് തുറന്ന പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷുകാർക്ക് തുറന്ന യുദ്ധം നേരിടേണ്ടി വന്ന ഏക പ്രദേശമാണ് ഞാനിന്ന് നിങ്ങളും ഇവിടെ നിൽക്കുന്ന ഈ പ്രദേശവും ഈ കുന്നിൻ ചെരുവിന്റെ ഭാഗവും എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സർക്കാർ ആരാണ്? ബ്രിട്ടീഷ് സർക്കാർ നമ്മൾ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് കാൽപ്പനികമായി പറയാറുള്ള സ്വഭാവത്തിൽ വളരെ ആധിപത്യം പുലർത്തിയിരുന്ന ഒരു സർക്കാരിന്റെ മുമ്പിൽ പരിപാടിയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന്, വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ, FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. സാംസ്കാരിക രാഷ്ട്രീയ ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്ന AP പാച്ചറുടെ സ്മരണയ്ക്കായി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജനുവരി 6-ന് അട്ടപ്പാടിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ നഞ്ചിയമ്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മികച്ച ആരോഗ്യ പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ V ജയരാജൻ അർഹനായി. മികച്ച വൈജ്ഞാനിക ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം റിട്ടയർഡ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ VC അനിൽകുമാർ രചിച്ച വൈദ്യുതി സുരക്ഷയും ഉപയോഗവും എന്ന പുസ്തകത്തിനാണ്. 15,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 6-ന് അട്ടപ്പാടിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ നഞ്ചിയമ്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ V ജയരാജൻ ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. കൊല്ലം സ്വദേശിയായ VC അനിൽകുമാർ ഇലക്ട്രിക്കൽ സുരക്ഷാ രംഗത്തെ തന്റെ അറിവുകൾ സാധാരണക്കാർക്ക് ഉപകാരപ്പെടും വിധം പുസ്തക രൂപത്തിലാക്കിയതാണ് അവാർഡിന് അർഹനായത്. കൊല്ലം സ്വദേശിയായ VC അനിൽകുമാർ ഇലക്ട്രിക്കൽ സുരക്ഷാ രംഗത്തെ തന്റെ അറിവുകൾ സാധാരണക്കാർക്ക് ഉപകാരപ്പെടും വിധം പുസ്തക രൂപത്തിലാക്കിയതാണ് അവാർഡിന് അർഹനാക്കിയത്. CCN കടമ്പഴിപ്പുറം. പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2024-25 ബാച്ചുകളിലെ വിദ്യാർത്ഥികൾക്കായുള്ള ബിരുദദാന ചടങ്ങ് കോളേജ് അങ്കണത്തിൽ വെച്ച് നടന്നു. IIT മദ്രാസിലെ ഡിസൈൻ എഞ്ചിനീയറിംഗ് വിഭാഗം തലവൻ പ്രൊഫസർ അശോകൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10:30-ന് വിവിധ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിൽ നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഡോക്ടർ ചിത്ര PR സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KR രമേശ് ബാബു അധ്യക്ഷത വഹിക്കുകയും ബിരുദദാന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. 2024-25 ബാച്ചുകളിലായി ആകെ 214 ബിരുദധാരികൾ ചടങ്ങിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. PJ മനോജ് ബിരുദധാരികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ JS സേവ്യാർ, പ്രിൻസിപ്പൽ പ്രൊഫസർ KR രമേശ് ബാബു, ബിരുദദാന കമ്മിറ്റി കൺവീനർ ഡോക്ടർ രാജേഷ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. CCN കടമ്പഴിപ്പുറം. മലപ്പുറം മൊറയൂരിൽ മരം മുറിക്കുന്നതിനിടെ കിണറ്റിൽ വീണ് പരിക്കേറ്റ യുവാവിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. മൊറയൂർ പോത്തുവെട്ടിപ്പാറയിൽ ബഷീർ കൊട്ടുകരയുടെ പുരയിടത്തിലാണ് അപകടമുണ്ടായത്. ഒഴുകൂർ വാറച്ചാൽ സ്വദേശി അബ്ദുൽ നാസറാണ് അപകടത്തിൽപ്പെട്ടത്. പുരയിടത്തിലെ കിണറിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലാവ് മുറിക്കുന്നതിനിടെ അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. 35 അടി ആഴമുള്ളതും വെള്ളമില്ലാത്തതുമായ കിണറ്റിലേക്കാണ് മുജീബ് വീണത്. പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മരമുറി യന്ത്രവും ഇദ്ദേഹത്തോടൊപ്പം കിണറ്റിൽ വീണിരുന്നു. അടിഭാഗം പാറയായതിനാൽ വീഴ്ചയിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. വിവരമറിഞ്ഞെത്തിയ മലപ്പുറം അഗ്നിരക്ഷാ സേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ K സുധീഷ് കിണറ്റിൽ ഇറങ്ങി മുജീബിനെ സുരക്ഷാ നെറ്റിലാക്കി പുറത്തെത്തിച്ചു. തുടർന്ന് സേനയുടെ ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCN മലപ്പുറം. ഗുണമേന്മയുള്ള വസ്ത്രശേഖരം കൊണ്ടും ആകർഷകമായ വിലക്കുറവ് കൊണ്ടും വസ്ത്രവിപണന രംഗത്ത് സജീവ സാന്നിധ്യമായ സാമിയ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പ് 20 വർഷം പൂർത്തിയാക്കി. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി വമ്പിച്ച സമ്മാന പദ്ധതികളാണ് ഒരുക്കിയിരിക്കുന്നത്.
ഒരുപാട് ആളുകളുടെ ജീവിതങ്ങൾ സ്ഥാപനത്തിലൂടെ അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് എല്ലാവർക്കും ആശംസകളുണ്ട്. ജനുവരി 31 വരെ സാമിയ ഗ്രൂപ്പിന്റെ മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി, പട്ടാമ്പി ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 20 ഭാഗ്യശാലികൾക്ക് ആകർഷകമായ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കും. കൂടാതെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവാഹ പാർട്ടികൾക്കായി പ്രത്യേക ഡിസ്കൗണ്ടുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. സാമിയ ഗ്രൂപ്പിന്റെ വിവിധ ഷോറൂമുകളിൽ സ്റ്റാഫ് അംഗങ്ങൾക്കൊപ്പം കേക്ക് മുറിച്ച് വാർഷികാഘോഷങ്ങൾ ഗംഭീരമായി കൊണ്ടാടി. ഉപഭോക്താക്കളുടെ വിശ്വാസമാണ് തങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നിലെ കരുത്തെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ് ഉചിതമെന്ന് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണെന്നും മരക്കാർ പറഞ്ഞു. 2016 പത്താൻകോട്ട് ഭീകരാക്രമണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാറിന്റെ സ്മരണാർത്ഥം എലുംപുലാശ്ശേരിയിൽ നിർമ്മിച്ച പ്രതിമ അനാച്ഛാദനം ചെയ്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പ്രതിമ പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് നാടിന് സമർപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഡോക്ടർമാരുടെ നിയമനത്തിൽ മലപ്പുറത്തോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി DM ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.